നമസ്കാരം പ്രേക്ഷകരെ, എല്ലാവരും ചായയൊക്കെ കുടിച്ച് വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരിക്കും. ചായയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ മൊത്തം ചൂടാണ് എല്ലായിടത്തും. പാലക്കാട് ജില്ലയിൽ ചൂട് ഇനിയും കൂടുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നിയന്ത്രണങ്ങൾ നാളെയും തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. പാലക്കാടൻ ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കണ്ണാടി അടക്കമുള്ള ഗ്രാമങ്ങളിൽ ചൂട് കാരണം ഉറങ്ങാനാകാത്ത അവസ്ഥയുണ്ട്. കണ്ണാടിയിലെ വീട്ടമ്മമാരോടാണ് ഇന്ന് നമ്മൾ ഈ സെഗ്മെന്റിൽ സംസാരിക്കുന്നത്. നമുക്കൊപ്പം അവിടെ നിന്നും ചേച്ചിമാർ ചേരുന്നുണ്ട്. നമസ്കാരം ചേച്ചി, ചായയൊക്കെ കുടിച്ചോ? എന്താണ് പേരെന്താണ്? ആദ്യം പേര് പറഞ്ഞു തുടങ്ങാം നമുക്ക്. നമസ്കാരമുണ്ട്. എന്റെ പേര് സൽഗുണ. കൂടെ ഒരു അമ്മ കൂടെ ഉണ്ട്. ജാനകി അമ്മ. ജാനകി അമ്മയും സൽഗുണ ചേച്ചിയാണ് ചേരുന്നത്. ചേച്ചി, എന്താണ് ചൂടിന്റെ അവസ്ഥ? എന്താണ്? ഇവിടെയൊക്കെ ചൂടാണ് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്തും ചൂടാണ്. പക്ഷെ പാലക്കാടിന്റെ ചൂട് സഹിക്കാൻ വയ്യാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പാലക്കാട്ടെ വീട്ടമ്മമാരെ കേൾക്കാന്ന് വിചാരിച്ചത്. പറയൂ. പാലക്കാട് ചൂട് എന്ന് പറഞ്ഞാൽ വെറും ചൂടെന്ന് പറയാൻ പറ്റില്ല. കൊടും ചൂട്, അത്യുഷ്ണം എന്നൊക്കെ പറയാം. രാത്രിയാണല്ലേ ഭയങ്കര പ്രശ്നം. രാത്രിയും പകലും ഒരുപോലെയാണ് ചൂട് അനുഭവപ്പെടുന്നത്. പകല് പണിയൊക്കെ എടുത്തിട്ട് വന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ അതിനും പറ്റില്ല. നല്ല ചൂടാണ്. എല്ലാവിടെയും ചൂട് തന്നെയാണ്. കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെ, വീട്ടമ്മയാണ്. അടുക്കളയിലെ കാര്യം പിന്നെ പറയണ്ടായിരിക്കുമല്ലോ അല്ലെ? അടുക്കളയിൽ എങ്ങനെ നിന്ന് പാചകം ചെയ്യും? ആ ചൂടും തീയുടെ ചൂടും അതിന്റെ കൂടെ തീ കൊള്ളുന്ന പോലെ ചൂട്. അടുപ്പിലൊക്കെ ശരിയായിട്ട് അടുക്കളയില് പാകം ചെയ്യാനൊന്നും പറ്റില്ല. നിന്ന് കുളിക്കുകയാണ്, വേർത്ത് കുളിക്കുകയാണ്. ശരിക്ക് സത്യത്തിൽ പറഞ്ഞ അടുപ്പില് നമ്മള് കൈകളിട്ടിട്ട് പണിയെടുക്കുന്നത് പോലെ തീ ശരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണ്. എന്താ പറയാ, ഭയങ്കര ചൂടാണ്. ചൂട് എന്നുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ജാനകി അമ്മ, ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെയായിരിക്കുമെന്നാ ഞാൻ ആലോചിക്കണത്. എങ്ങനെയുണ്ട് അമ്മ ചൂട്? നല്ല ചൂട്. എവിടെ നിൽക്കാൻ പറ്റില്ല. മരത്തിന്റെ ചുമടുണ്ടെങ്കിൽ അതിന്റെ ചോട്ടി പോയിരിക്കാണ്. അങ്ങനെയുള്ള ചൂടാണ്. അകത്തിരിക്കാൻ വയ്യ അല്ലേ? വലിയ ബുദ്ധിമുട്ട് തന്നെ. അകത്തിരിക്കാൻ വയ്യ. അമ്മ മരുന്നൊക്കെ കഴിക്കുന്ന ആളാണോ? എന്തിനെങ്കിലും മരുന്ന് BP ഷുഗറിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ആ ചൂടും അതിന്റെ കൂടെ പിന്നെ ഈ ചൂടും കൂടെ സഹിക്കാൻ വയ്യ അല്ലേ? എല്ലാ ചൂടും സഹിക്കാൻ വയ്യ. കൊറേ ആയിപ്പോ തുടങ്ങിയിട്ട്, ഏതാണ്ട് ഒരു മാസത്തോളം ആയില്ലേ. അപ്പൊ രാത്രി എന്താ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടോ? ചെറിയ നമ്മുടെ കയ്യിലുള്ള ഈ വീശലൊക്കെ അല്ലാതെ എന്തെങ്കിലും തോർത്ത് വിരിച്ചിടുകയോ നനഞ്ഞ തുണി വിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും തുണി നനച്ചിട്ട് മരം മുഖമൊക്കെ തുടച്ചു വിടും. കൈ മേലൊക്കെ തുടയ്ക്കും. കുളിച്ചാലും വേണ്ടില്ല. പിന്നെ അതേ ചൂട് തന്നെയാണ്. അമ്മ എത്ര തവണ കുളിക്കും ഒരു ദിവസം ഇപ്പോ അങ്ങനെയാണെങ്കിൽ? 2 നേരം, രാവിലെയും വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരം കുളിക്കും. പിന്നെ അതിന് പുറമെ തുടയ്ക്കും അല്ലെ? നനച്ച് തുടയ്ക്കും. അങ്ങനെയൊക്കെ. അതെ. ചേച്ചി മുഖമൊക്കെ തുടച്ച് എന്ത് തുടച്ചിട്ടും കാര്യമൊന്നുമില്ല. അതെ. ചേച്ചി എങ്ങനെയാണ് ഈ ചൂടിനെ മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടോ അവിടെ? ചൂടിനെ അകറ്റാനുള്ള മാർഗങ്ങള് ഒന്നുമില്ല. വീട്ടിന് മുകൾ വശം ഒന്ന് നനച്ചു കൊടുക്കും. മാത്രമല്ല, നനച്ചിട്ടും ഒരു കാര്യമില്ല. അതിന്റെ ഇരട്ടി ചൂടാണ് നമുക്ക് കിട്ടുന്നത്. വെള്ളം കെട്ടി നിർത്തിയിട്ട് ശുദ്ധജലം നിറയെ കുടിക്കുക. വെള്ളം കെട്ടി നിർത്തിയിട്ടൊന്നും കാര്യമില്ല. വെള്ളവും കിട്ടാനില്ല, ശുദ്ധജലവും കിട്ടാനില്ല. ഞാൻ ചോദിക്കുന്നത് AC ഉള്ള വീടുകളുണ്ടല്ലോ, വളരെ കുറച്ച് അല്ലെ? ആ ഭാഗത്തൊക്കെ എങ്ങനെയാണോ? വീട്ടിൽ AC ഉണ്ടോ? AC യെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയോ? വീട്ടിൽ AC ഇല്ല, കൂളർ ഇല്ല, ഒന്നുമില്ല. ഫാനിന്നുള്ള ചൂടാണെങ്കിൽ നല്ല ചൂട്. തീ ചൂടാണ് വരുന്നത്, തീക്കാറ്റ്.
പാടോരത്താണ് വീട്. ഒരു മരങ്ങളില്ല, ഒന്നുമില്ല. ഉള്ള മരങ്ങളാണെങ്കിലും എല്ലാവരും വെട്ടി നശിപ്പിച്ചിട്ടും പുഴകളും തോടുകളും കുളങ്ങളൊക്കെ വറ്റിക്കിടക്കാണ്. അങ്ങനെയുള്ളൊരവസ്ഥ. ഈ ഒന്ന് മഴ പെയ്താലെന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയമാണല്ലേ ഇത്? വീഴണു ചൂട് കൊണ്ട്. അതെ അതെ, തീർച്ചയായും. ഒരു ഇടമഴ കിട്ടിയിട്ടില്ല, വേനൽ മഴയൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ പച്ചക്കറി കൊയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി വെക്കുമായിരുന്നു. ഇപ്പൊ ഒന്നും വെച്ചിട്ട് കാര്യമില്ലല്ലോ. വെള്ളമില്ല, ഈ വെയിലിന്റെ ചൂടിലൊന്നും ഉണ്ടാവുകയില്ലല്ലോ. അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള മേഖലയാണോ ഈ കണ്ണാടി? കുട്ടികൾക്കാണെങ്കിൽ ഉറങ്ങുമ്പോ വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ടില്ല, എങ്കിലും ഈ വരൾച്ചയില് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആഹാരത്തിൽ നമ്മൾ കുറെ ശ്രദ്ധിക്കണമെന്ന് പറയല്ലോ ചേച്ചി. എന്തൊക്കെയാ അപ്പൊ ഈ ചായ കുടിയൊക്കെ ഒഴിവാക്കിയോ? ചൂട് പാനീയങ്ങളൊക്കെ ഒഴിവാക്കിയോ? ചായ കൂടി ഒഴിവാക്കി. ഇളനീര്, ഇങ്ങനെ തണ്ണിമത്തൻ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയുള്ള അതിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നാരങ്ങ വെള്ളം, അങ്ങനെ തണുത്ത കൂടുതൽ തണുപ്പായിട്ടുള്ളത് കഴിക്കാനും പറ്റില്ലല്ലോ. അതെ 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 അതെ. പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ നിർദ്ദേശമുണ്ട്. പിള്ളേർക്ക് ഇപ്പൊ അവധിക്കാലമാണ്, അവരെ നിയന്ത്രിക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ടാവും അല്ലേ? അതെ അതെ, തീർച്ചയായും. കുട്ടികൾക്ക് ചൂടൊക്കെ ഉണ്ട്, എന്നാലും കുട്ടികൾക്ക് കളിച്ചു നടക്കണ ആ ഒരു സമയത്ത് അവർക്ക് കളിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളുടെ സങ്കടവും കാണണം. കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. തുണികൾ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് ഇതാവുന്നു. അവരുടെ കരച്ചിലും ബഹളവും കേട്ടിട്ട് നമ്മൾക്കും ഉറക്കം വരില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് മുറ്റത്തൊക്കെ കിടക്കായിരുന്നു, ഇങ്ങനെ മണ്ണൊക്കെ മെഴുകിയിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇഴജന്തുക്കളുടെ ശല്യം നേരത്തെ ഉണ്ട്, എന്നാലും ഇപ്പൊ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ കാരണം നമുക്ക് അതും പേടിച്ചിട്ട് കിടക്കാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ജനങ്ങളാണെങ്കിൽ ചൂട് കൂടുതലായിട്ട് എന്താ പറയാ, സൂര്യാഘാതമായിട്ട് കുഴഞ്ഞു വീണ് മരിക്കണ ഒരു സാഹചര്യം. ആരൊക്കെയാ ചേച്ചി വീട്ടിലുള്ളത്? അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോള് വർക്ക് ചെയ്യുന്നുണ്ട്. അവള് ബാംഗ്ലൂരാണ്, ഇവിടെ ഇല്ല. അതും ചൂട് കാരണം അവളിങ്ങോട്ട് വരാനേ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് വിളിച്ച് ചോദിക്കാറുണ്ടോ ഇവിടെ എന്താണ് അവസ്ഥ? മൊത്തത്തില് ചോദിക്കാറുണ്ട്. ഇത് നമ്മള് ഷീറ്റ് ഇട്ട വീട് കൂടിയാണേ. അപ്പൊ ചൂട് ഒന്നും കൂടി കൂടുതലാണല്ലോ, നല്ല ചൂടാണ്. ശരിക്കും തീയിൽ നിൽക്കുന്നത് പോലുള്ള പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് മോളോട് ചോദിച്ചോ, ഒരു AC മേടിച്ചു തരാനുള്ള വല്ല പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചോ? AC യെ കുറിച്ച് ചിന്തിച്ചായിരുന്നോ? ഒരു AC വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടോ? വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മളുടെ നില ഇപ്പൊ അത്രയ്ക്ക് അതിന് യോജിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെങ്കിലും തള്ളി നീക്കുവാണല്ലേ? സാമ്പത്തികം അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതെ 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 അതെ. ഈ കൊറേ നാളായിട്ട് പാലക്കാട് ഇങ്ങനെ ഒരേപോലെ നിൽക്കുവാണല്ലോ. എവിടെ ഇപ്പൊ ഏതെങ്കിലും ദിവസം കുറഞ്ഞിരുന്നോ ഈ കാലാവസ്ഥ? ഈ താപനില കുറഞ്ഞിരുന്നോ? കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായ ദിവസങ്ങൾ ഉണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ? താപനില കഴിഞ്ഞ ദിവസം കൂടുതലായി. ഇന്നാണ് കുറവ് എന്ന് പറയുന്നത്. എന്നാലും 40 ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് ചൂട് ഉണ്ടാവുന്നത്. നമുക്കൊന്നും കുറവൊന്നും അനുഭവപ്പെടുന്നതേ ഇല്ല, എപ്പോഴും ചൂട് തന്നെയാണ്. ആണല്ലേ? ശരി ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. നമുക്കൊപ്പം ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധൻ ശ്രീ MG മനോജ് കൂടി ചേരുകയാണ്. ശ്രീ MG മനോജ്, നമ്മൾ ഈ കടുപ്പം കുറച്ചു എന്നുള്ള ഈ പരിപാടിയിൽ ഈ കണ്ണാടി ഗ്രാമത്തിലെ, പാലക്കാട്ടെ കണ്ണാടി ഗ്രാമത്തിലെ വീട്ടമ്മമാരോട് സംസാരിക്കുകയായിരുന്നു. അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചായ കുടി, ചൂട് ആഹാരം അതെല്ലാം ഒഴിവാക്കി, പറ്റുന്നില്ല അവരെ കൊണ്ട്. ചെറിയ കുട്ടികൾക്ക്, വൃദ്ധർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി എത്ര നാൾ കൂടി ഇങ്ങനെ വേണം എന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേരളത്തിൽ പൊതുവില് ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല, അതുപോലെ ആലപ്പുഴ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും താപനില വളരെ ഉയർന്നു നിൽക്കുന്ന അപൂർവമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അവിടങ്ങളിൽ വേനൽമഴ ശക്തിപ്പെട്ടാൽ മാത്രമേ ഈ താപനിലയിൽ കാര്യമായ ഒരു കുറവുണ്ടാവുകയുള്ളൂ.
എന്തായാലും ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്ന് രാത്രി മുതൽ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ തന്നെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന പ്രദേശങ്ങളിൽ തീവ്രമായ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ തന്നെ ആ മഴ പെയ്യുമോ എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ സ്വാഭാവികമായിട്ടുമുണ്ട്. എങ്കിലും പൊതുവിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപകമായ രീതിയിൽ വേനൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് പൊതുവിൽ കാലാവസ്ഥ പ്രവചനം സൂചിപ്പിക്കുന്നത്. അത് മെയ് മാസം സെക്കൻഡ് വീക്ക് വരെ എന്തായാലും നല്ല രീതിയിൽ വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഒരു 1-2 ദിവസത്തേക്ക് കൂടി നമ്മൾ ഈ താപനിലയുമായി പൊരുത്തപ്പെട്ട് പോവേണ്ടി വരും. അതിനുശേഷം ചൂടിലൊരു കാഠിന്യം കുറയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ. ശ്രീ എം ജി മനോജ്, ഈ വേനൽമഴയുടെ വാർത്ത കേട്ടപ്പോൾ ഉള്ള ഒരു സംശയമാണ്, ഈ വേനൽമഴ പെയ്യുന്നതോടെ അന്തരീക്ഷം കുറച്ചൊന്ന് തണുക്കും, പക്ഷെ പിന്നെ വീണ്ടും ഈ അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയില്ലേ അവിടെ? ശരിയാണ്. പക്ഷേ മെയ് 15 വരെ ഏറെക്കുറെ നല്ല മഴയുണ്ട്. അതിനുശേഷം ഈ പ്രാവശ്യം നമുക്കറിയാം എൽനിനോ എന്ന പ്രതിഭാസം ഇപ്പോൾ അത് ന്യൂട്രൽ സ്റ്റേജിലേക്ക് വന്നു. ഇനി അത് എൽനിനോയുടെ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ടുള്ള ലാനിനയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ലാനിന ഉണ്ടാവുന്നത് ഇന്ത്യൻ മൺസൂണിനെ പൊതുവിൽ നല്ല രീതിയിലാണ് സ്വാധീനിക്കുക. എന്ന് പറഞ്ഞാൽ മൺസൂൺ കൃത്യസമയത്ത് തന്നെ എത്തുവാനും അതോടൊപ്പം നല്ല മൺസൂൺ മഴ ലഭിക്കുവാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 15 കഴിഞ്ഞാൽ മെയ് അവസാനത്തോടു കൂടി കാലവർഷത്തിന്റെ ഒരു ആരംഭം വരുന്നത് കൊണ്ട് തന്നെ അത്ര തീവ്രതയേറിയ ഒരു ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത എന്തായാലും ഇല്ല എന്നുള്ളതാണ് പൊതുവിലുള്ള അനുമാനം. അപ്പോ ഈ ഒരു ആഴ്ച കൂടി അല്ലെങ്കിൽ 1-2 ദിവസം കൂടിയാണ് നമ്മൾ കാര്യമായിട്ട് ഈ ഉഷ്ണതരംഗത്തെ ഒന്ന് ജാഗ്രതയോടുകൂടി കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ എം ജി മനോജ് ഞങ്ങളോട് ഈ സമയത്ത് സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം പറയുന്ന അനുസരിച്ച് 2 ദിവസം കൂടി ഒന്ന് തള്ളി നീക്കിയാൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്, വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, അതൊന്ന് ആകെ തണുപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ ചേച്ചിയിലേക്കും അമ്മയിലേക്കും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കണ്ണാടി ഗ്രാമത്തിൽ നിന്നുള്ള കുടുംബത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. അക്ഷയ തൃതീയ ചുട്ടുപൊള്ളുകയാണ് പാലക്കാട്ടെ വീട്ടമ്മമാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ രാജഗോപാൽ കമ്മത്ത്, കാലാവസ്ഥാ വിദഗ്ധൻ, അദ്ദേഹം കൂടി ചേരുകയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരിങ്ങനെ പറയുകയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ പണിയും രാവിലെ പകൽ നിന്ന് അടുക്കളയിലൊക്കെ പണിതതിന് ശേഷം ഒന്ന് കിടക്കാൻ പറ്റുന്നില്ല. ചൂട് ഉഷ്ണവായുവാണ് മുഴുവൻ. ഫാൻ ഇട്ടാലും അത് മാറുന്നില്ല, ചൂട് കാറ്റാണ് വരുന്നത്. AC വാങ്ങാൻ എല്ലാവർക്കും നിവർത്തിയില്ല. എന്താണ് ഇനി അവർക്കൊരു ആശങ്കയാണ് അവർ മൊത്തത്തിൽ കാണുന്നത്. നാളെയും കൂടി നീട്ടിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ചൂടുകാലത്തെ നിയന്ത്രണങ്ങൾ. ഇപ്പോ പാലക്കാട് കാര്യം മാത്രമല്ല, കേരളത്തിലെ മിക്കയിടങ്ങളിലും ഇപ്പോ ഒരു താപതരംഗ അല്ലെങ്കിൽ ഉഷ്ണതരംഗ സമാനമായ പിന്നെ ഉഷ്ണരാത്രികളും ആണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം കുറച്ചു നാളത്തേക്ക് ഇതിന് ശമനം ഉണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ഈർപ്പം കൂട്ടുന്നതിനാൽ വീണ്ടും ഉഷ്ണം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് കാരണമാകുന്നത്. ഇപ്പൊ പലയിടങ്ങളിലും ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തതനുസരിച്ചിട്ട് വളരെ വിസ്മയകരമായ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ അറബിക്കടലിന്റെ തീരക്കടലിന്റെ താപനില എന്ന് പറയുന്നത് 33 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഈ വേളയിൽ ഇത്തരത്തിൽ സമുദ്രത്തിന്റെ താപം കൂടുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ് കേരളക്കരയ്ക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ തീരദേശത്താണ് ഇത്രയും താപം വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ കടലിൽ നിന്നും അല്പമെങ്കിലും വായു നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ചൂടുള്ള വായുവാണ് കേരളത്തിലേക്ക് വരുന്നത്. പാലക്കാട് ഒരു കാര്യം എന്ന് പറയുന്നത്, പാലക്കാട് അവിടെ സഹ്യാദ്രിയിലെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുള്ള വായു പകൽ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് പാലക്കാട് ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ താപമേറിയുന്നത്. ഇപ്പോ അതിന്റെ താപമേറൽ ഇപ്പൊ പാലക്കാട് നിന്നും തൃശ്ശൂരേക്കും അതിനപ്പുറത്തേക്കും മലപ്പുറത്തേക്കും ഇപ്പൊ പൊന്നാനി വരെയൊക്കെ ആ ഒരു ചൂടുള്ള വായുവിന്റെ പ്രശ്നം എത്തുന്നുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റിടങ്ങളിലും ഉണ്ട്. ഇപ്പൊ അവിടെ മാത്രമല്ല, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കാസർഗോഡും കാഞ്ഞങ്ങാടും ചൂട് കൂടിയിരിക്കുന്നു, കോഴിക്കോട് ചൂട് കൂടുതലാണ്, കൊല്ലത്ത് ചൂട് കൂടുതലാണ്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും കേരളത്തിൽ പൊതുവെ ഈ താപം തങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ട്
താപം അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കുന്നില്ല. അത് അവിടെ തന്നെ തങ്ങി നിന്ന് വീണ്ടും രാത്രി ഉഷ്ണരാത്രികളാകുകയും വീണ്ടും അടുത്ത പകൽ വീണ്ടും വളരെ ചൂട് കൂടിയതാകുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വീട്ടിനുള്ളിലിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, സീലിംഗ് ഫാനുകൾ ഒരു പ്രശ്നമാണ്. കാരണം ഒറ്റ നിലയുള്ള ടെറസുള്ള വീടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷീറ്റിട്ട് വീടാണെങ്കിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ റൂമിനകത്തെ ടെമ്പറേച്ചർ വീണ്ടും കൂടത്തേ ഉള്ളൂ. കാരണം മേളിൽ നിന്നുള്ള ടെമ്പറേച്ചർ അത് ആഗിരണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് സീലിംഗ് ഫാനുകൾക്ക് പകരം ചെറിയ ടേബിൾ ഫാനുകളോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഹാളിലൊക്കെ ആണെങ്കിൽ ഒരു പെഡസ്റ്റൽ ഫാനോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമുക്ക് അടുത്ത ഒരു 2 ആഴ്ചത്തേക്ക് ഇതിന് ക്ഷമം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 1 ഡിഗ്രിയോ വല്ലതും കുറഞ്ഞേക്കാം, പക്ഷെ അതൊന്നും വലിയൊരു കുറവായിട്ട് കരുതാൻ പറ്റില്ല. ഈ വളരെ വലിയ ഉഷ്ണതരംഗാവസ്ഥയൊക്കെ ഉണ്ടാകില്ല, പക്ഷെ എന്തെങ്കിലും അതിനോട് അടുപ്പിച്ച് ഉള്ള രീതിയിലുള്ള ഉഷ്ണം തീർച്ചയായിട്ടും ഉണ്ടാകാൻ ഇടയുണ്ട്. അത് മാത്രമല്ല ഉഷ്ണരാത്രികളും സംഭവിക്കാൻ ഇടയുണ്ട്. തുടർച്ചയായിട്ട് അടുത്ത ഈ മൺസൂൺ വരുന്നത് വരെയുള്ള കാലയളവിൽ ഈ ഉഷ്ണരാത്രികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ശമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറബിക്കടലിലെ താപനില കുറയണം. അത് ഈ അടുത്ത കാലത്തെങ്കിലും കുറയുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അതിൽ മറ്റ് ആഗോള വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ അറബിക്കടലിന്റെ താപം കുറയുകയുള്ളൂ. അത് മാത്രമല്ല ദക്ഷിണാർദ്ധഗോളത്തിലെ താപം കുറഞ്ഞ വായു അവിടുന്ന് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലാവസ്ഥാ മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കാമത്ത് ഞങ്ങളോട് ഈ സമയം സംസാരിച്ചതിന്. നമുക്ക് സൽഗുണ ചേച്ചിയും ജാനകി അമ്മയും നമുക്കൊപ്പം തുടരുന്നുണ്ട്. രണ്ടുപേരും കേട്ടല്ലോ അല്ലേ വിദഗ്ധരൊക്കെ പറഞ്ഞത്? ഒരാൾ പറഞ്ഞത് മഴ പ്രതീക്ഷിക്കാമെന്നാണെങ്കിൽ രാജഗോപാൽ കാമത്ത് സാറ് പറഞ്ഞത് ഇനിയും സമയമെടുക്കും, അറബിക്കടലിലൊക്കെ ഭയങ്കര ചൂടാണ്, അപ്പൊ അത് ഇങ്ങോട്ടേക്ക് വരികയാണ്, ഇനിയും സമയം എടുക്കുമെന്ന്. എന്താ പറയാനുള്ളത്? മഴ പെയ്താൽ തന്നെ ചൂട് കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല മഴ കിട്ടുകയാണെങ്കിൽ അല്പം ഒരു തണുപ്പ് ആശ്വാസം ഉണ്ടാവും. കടലിലും പ്രതിഭാസങ്ങള് കടലും ഉൾവലിഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലേ ഇപ്പോഴും. മലകളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തിയിട്ടും മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടും എല്ലാം ഇതൊക്കെ തന്നെ കുറച്ചു കാരണങ്ങൾക്ക് ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ. അതെ, അപ്പൊ നമുക്ക് അമ്മയോടൊന്ന് സംസാരിച്ചാലോ? ജാനകി അമ്മയോട്. അമ്മയുടെ ആ ഒരു സമയം, അതായത് ഇതുവരെ ഉള്ള ലൈഫിൽ ഇത്രയും വലിയ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടോ, അതോ ഇതിലും ചൂടൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല മക്കളെ. ഇതുപോലെ ഒരു ചൂട് എൻ്റെ ഓർമ്മയിൽ 75 വയസ്സായി. ഈ 75 വയസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. അത് ഈ മരമൊക്കെ മുറിക്കുന്നോണ്ട് തന്നെയാണെന്നാണോ അമ്മയും വിചാരിക്കുന്നത്? എന്താണ് അതിന്റെ കാരണമായിട്ട് തോന്നുന്നത്? അതെ അതെ, മരം ഉള്ളതൊക്കെ മുറിച്ച് പറഞ്ഞുള്ള കാറ്റും പോയി കിട്ടില്ലേ, പിന്നെ അങ്ങനെ ചൂടന്നെ. ഇത്ര കാലത്തിൽ അത് ഉണ്ടായിട്ടില്ല. സൽഗുണ ചേച്ചി, നമുക്ക് ഈ അതിന്റെ കൂടെ നമുക്കിപ്പോ കറണ്ട് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രി. KSEB ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോഡ് ഷെഡിങ് വരണമെന്ന്. അപ്പൊ അതൊക്കെ ഈ ഇടയ്ക്ക് പ്രാദേശികമായിട്ട് കറണ്ട് കട്ട് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക്. അവിടെ കറണ്ട് പോവാറുണ്ടോ? കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അത് അതിലേറെ വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ്. പിഞ്ചു മക്കൾക്കാണെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക, ഇത് നേരിടാതെ വഴിയില്ലല്ലോ, യാതൊരു നിർവാഹവും ഇല്ലല്ലോ. അവിടെ അടുത്തെങ്കിലും ഈ സൺബേണോ പൊള്ളലേറ്റ് സൂര്യാഘാതം ഒക്കെ ആർക്കെങ്കിലും ഏറ്റിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? ഇപ്പൊ അവിടെ പാടത്ത് പണിയെടുക്കുന്നവരൊക്കെ ഇല്ലേ, അവരൊന്നും ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ അല്ലേ? ഈ തൊഴിലുറപ്പ് പണി നടക്കുന്നുണ്ടായിരുന്നു. അത് സമയം മാറ്റി കൊടുത്തിട്ടുണ്ട്. 7 മണി തൊട്ട് 11 മണി വരെയും പിന്നെ 3 മണി തൊട്ടിട്ട് 6 മണി വരെയൊക്കെ ആക്കിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും യാതൊരു വെയിലിനൊരു കുറവും ഇല്ലല്ലോ. സൂര്യാഘാതം ഏറ്റതായിട്ട് കേൾക്കുന്നില്ല, എൻ്റെ അറിവിലില്ല. ഞാൻ മറ്റുള്ളവിടെയൊക്കെ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വാർത്തയിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഞങ്ങളെ ഈ സൽഗുണ ചേച്ചിനെ ഞങ്ങള് പാലക്കാടിന്റെ ഒരു വീട്ടമ്മമാരുടെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിക്കേ, രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള കാര്യങ്ങളൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരും. എപ്പൊ അടുക്കളയിൽ കയറും, നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പൊ എന്ത് മാറ്റം വരുത്തിയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ?
നേരത്തെയും ഇപ്പോഴും ഒരുപോലെ തന്നെ കാലത്ത് കണ്ണു തുറക്കുമ്പോൾ തന്നെ പേടിയാണ്. അടുപ്പിൻ്റെ ചുവട്ടിലേക്ക് പോകണമല്ലോ, എങ്ങനെയാ ഞാൻ ഇതിന് എന്താ പറയുക ചൂട് ക്രമീകരിച്ചെടുക്കാൻ ഒരു വഴിയില്ലല്ലോ എന്നുള്ള ആശങ്കയിലാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോഴത്തേക്കും വിയർത്ത് കുളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും കിടക്കാനും പറ്റുന്നില്ലല്ലോ, ചൂടും. അതിൻ്റെ ഇടയിലാണ് ഈ പവർ കട്ട്. ചൂടാണെങ്കിൽ ഫാനിൽ നിന്ന് കൊടും ചൂടാണ് വരുന്നത്. ഒറ്റനില വീടാണോ അവിടെ? പുറമെ മരുന്നുകളൊക്കെ, അസുഖത്തിന് മരുന്നുകൾ കഴിക്കുമ്പോൾ അതെ അതെ ഒറ്റ നില വീടാണ്. മുകളില് ഒന്നുമില്ല, ഷീറ്റ് ഇടലോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഹോള് മാത്രം ഇങ്ങനെ ഒരു ഇതുള്ളൂ. താഴ്ന്ന വീടും ആയതുകൊണ്ട് അതിൽ കൂടുതൽ ചൂടാണ്. മരങ്ങളൊന്നും ചുറ്റിലില്ല. വൈകുന്നേരം 7 മണി 7:30 ആവുമ്പോഴാണ് ചെറുതായിട്ടൊരു കാറ്റ് വരുള്ളൂ. ഏത് സാഹചര്യം വന്നാലും നമുക്ക് അടുക്കളയിൽ ഒന്നും ഒരു കുറവ് വരുത്താനും പറ്റില്ല അല്ലേ? വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ, ഒരെണ്ണം പോലും ഒന്ന് കുറയ്ക്കാൻ പറ്റില്ല. അതെ 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 അത് തന്നെയാണ്. ഇല്ലില്ല, കുറയ്ക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വയറ് നിറയ്ക്കണ്ടേ, മരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. മരുന്നിന്റെ ചൂട് വേറെ, ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല ആ ചൂട് കൊണ്ട്. എന്നാലും ഭക്ഷണം പാകം ചെയ്യാതെ പറ്റില്ലല്ലോ. ഈ കറികളൊക്കെ വേഗം അഴുക്കായി ചീത്തായി പോവുകയും ചെയ്യും അല്ലേ? അതെ അതെ അത് തീർച്ചയായും. ചൂട് മാറുന്നില്ല, അതുകൊണ്ട് ചീത്തയായി പോകുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് രാവിലെ വെച്ച കറികൾ വൈകുന്നേരവും ചൂട് മാറുന്നില്ല. ഇപ്പൊ വെച്ചിട്ട് എടുത്ത് വെച്ച പോലെ തന്നെ ഉണ്ട്. ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് ആ ദിവസം പോകുന്ന പറഞ്ഞാൽ എത്ര ദിവസങ്ങളാണ് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്? എത്ര നേരം ഉറങ്ങും വൈകിട്ട്? രാത്രിയിൽ ഇപ്പോ എത്ര നേരം ഉറങ്ങാൻ പറ്റുന്നുണ്ട് കൃത്യം? അതെ, രാത്രി 11-11:30 ആവുന്നുണ്ട് ഉറങ്ങാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണിക്കും. ചൂടുകൊണ്ട് തന്നെയാണ് എണിക്കുന്നത്. വാതിൽ തുറന്നിട്ട് കിടക്കും, എന്നാലും ചൂടുകൊണ്ട് എണിക്കും. ഒരു 6 മണിക്കൊക്കെ എണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും, ഉറങ്ങാത്തതിന്റെ ക്ഷീണം. പിന്നെ മാത്രമല്ല, ഈ ടാങ്കിലെ വെള്ളമൊക്കെ തിളച്ച വെള്ളം, നമ്മൾ അടുപ്പിൽ വെച്ച് തിളച്ച വെള്ളത്തിനേക്കാൾ ശക്തിയായ ചൂടാണ് വരുന്നത്. ശരി, എന്തായാലും ആകെ മൊത്തം ദുരിതമാണ്. നമുക്ക് ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ പാലക്കാടിൽ അത്ര ദുരിതം ഞങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നേരത്തെ രാജഗോപാൽ കമ്മത്ത് സാറ് പറഞ്ഞതുപോലെ ഒറ്റ നിലയുള്ള ആളുകൾ ഈ ഫാൻ ഉപയോഗിക്കാതെ, അതായത് സീലിംഗ് ഫാൻ ഉപയോഗിക്കാതെ പെഡസ്ട്രിയൽ ഫാനോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. നമുക്ക് AC കുറിച്ച് ചിന്തിക്കാത്തവർക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം കേട്ടോ ചേച്ചി. അപ്പൊ അതൊന്ന് വാങ്ങി വെക്കാൻ നോക്കൂ. ജാനകി അമ്മയുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കൂ. ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിഥിയായിട്ട് എത്തിയതിന് വളരെയധികം നന്ദി കേട്ടോ. ചൂടൊക്കെ വേഗം കുറയട്ടെ. ആഗ്രഹിക്കാം. നല്ല മഴ ഉണ്ടാവട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ശരി ശരി, അപ്പൊ അതാണ്, നല്ല മഴ പെയ്യട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞ കാര്യം, പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും മഴ ഉണ്ടാകില്ലെന്ന് വിദഗ്ധർ പറയുന്നു. ഉടനെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിലും നമ്മുടെ ഒരു പുനർചിന്തനത്തിനുള്ള സമയം കൂടിയാണ്. ഈ മരം വെട്ടിക്കളയുന്നതും ടൈല് പാകുന്നതും, റോഡിലൊക്കെ അല്ലെങ്കിൽ വീടിന് മുറ്റത്തൊക്കെ ടൈല് പാകുന്നതും, അങ്ങനെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓർക്കുക. നമുക്ക് ഇനിയും ഒരുപാട് തലമുറകൾ വരാനുണ്ട്, അവർക്ക് ജീവിക്കാനുള്ളതാണെന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. വോട്ട് രേഖപ്പെടുത്തി